എല്ലാവർക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് ആദ്യമേ തന്നെ. എന്നാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോസിൻ്റെ താഴെ വന്ന് ഒരുമിച്ച് മുന്നേറാം എന്ന് പറയുന്ന കമൻറ്റുകൾ കണ്ട് അതിനെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് ആൾക്കാർ കമൻറ്റ് ഇടുമ്പോഴത്തേക്കിനും എനിക്ക് അവരുടെ ചാനലിൽ കയറി സബ് ചെയ്യാനോ അതെൻ്റെ ചാനലിലും ബാധിക്കും, നിങ്ങളുടെ ചാനലിലും ബാധിക്കും. അപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ഇടാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടെന്നാൽ അങ്ങനൊരു കമൻറ്റ് ഇടലെന്ന് പറയുന്നത് യൂട്യൂബ് അതൊരു സ്പാമായിട്ടാണ് കാണുന്നത്. ഒരുമിച്ച് മുന്നേറാമെന്നുള്ളതിന് പകരം നിങ്ങൾ വല്ല ലവ് ചിഹ്നമോ അല്ലെങ്കിൽ വേറെ വല്ല സിമ്പിൾസോ ഇടുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ആ ചാനലിൽ കയറി സബ് ചെയ്യും. അല്ലാതെ എനിക്കത് സബ് ചെയ്താൽ യൂട്യൂബ് അതൊരു ഫാമായിട്ടാണ് കാണുന്നത്. അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങളൊരു റെഡ് ഹാർട്ട് കമൻറ്റ് ഇടുക. അങ്ങനെ വല്ലതും ചെയ്ത ഒരുമിച്ച് മുന്നേറാമെന്നുള്ള ഒരു കണ്ടൻറ്റ് ഒരു കമൻറ്റ് മാറ്റിയിട്ട് നമുക്ക് ലവ് ചിഹ്നമോ അങ്ങനത്തെ വല്ല ഒരു സിമ്പൽ ഇടുക. ഉറപ്പായിട്ട് ഞാൻ തിരിച്ചു കയറി സബ് ചെയ്യുന്നതാണ്. നിങ്ങളിടുന്ന വീഡിയോയ്ക്ക് എന്തുകൊണ്ടാണ് വ്യൂസ് കുറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഞാൻ ഓരോരോ പോയിന്റുകളായിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. മുഴുവൻ വീഡിയോയും കാണുക. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 മാസമായതേ ഉള്ളൂ. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുവാണെങ്കിൽ ഇതൊരു ഓരോരോ സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ പറയുന്നത്. എന്നാലേ മനസ്സിലാകത്തുള്ളൂ നിങ്ങൾക്ക്. ഷോർട്സ് വീഡിയോയ്ക്ക് വ്യൂസ് കുറയുന്നുണ്ട്. അത് എൻ്റെ ചാനലിൽ മാത്രമല്ല, പൊതുവേ എല്ലാ ചാനലിലും കുറയുന്നുണ്ടെന്ന് മറ്റേ വലിയ യൂട്യൂബ് ചാനലിൽ അവരുടെ എക്സ്പീരിയൻസ് വെച്ച് പറയുന്നുണ്ട്. അപ്പോഴും മനസ്സിലായി എനിക്ക് മാത്രമല്ല പ്രശ്നം, എല്ലാ ചാനലിലും വ്യൂസ് കുറവാണെന്ന് മനസ്സിലായി. ഈ ചാനലോ വലിയ ചാനലോ ആകട്ടെ, നമ്മൾ എന്നാണെങ്കിലും ഒരു മോണിറ്റൈസേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ലേ നമ്മൾ യൂട്യൂബ് ഒരു ചാനൽ തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ലക്ഷ്യത്തോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഒരിക്കലും വ്യൂസ് കുറവാന്ന് പറഞ്ഞ് ആ ചാനൽ നിർത്തി പല ആൾക്കാരും ചെറിയ ചാനൽ ആദ്യമായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും വ്യൂസ് കുറവാന്ന് പറഞ്ഞ് പകുതി കിട്ടിട്ട് പോകുന്നവരുണ്ട്. അങ്ങനെ പകുതി കിട്ടിട്ട് പോകാതെ മുന്നോട്ട് പോകുന്നവരാണ് എപ്പോഴും വിജയത്തിലേക്ക് എത്തുന്നത്. എനിക്ക് പറ്റിയത്, ഞാൻ ഷോർട്സ് വീഡിയോ 3 പ്രാവശ്യമായിട്ടായിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഷോർട്സിൻ്റെ വ്യൂസ് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വീണ്ടും അപ്ലോഡ് ചെയ്ത്. അതുകൊണ്ടായിരിക്കും എനിക്ക് വ്യൂസ് കുറയുന്നതെന്ന്. ആദ്യഘട്ടത്തിൽ വീഡിയോ ഇടുമ്പോഴത്തേക്കിനും എനിക്ക് 10 മിനിറ്റ് കൊണ്ട് ഒരു 200-250 വ്യൂസ് കയറുന്നതാണ്. അപ്പം പിന്നെ ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വൈറ്റിംഗ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും ഒരു ഷോർട്സ് വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് വൈറ്റിംഗ് സ്റ്റുഡിയോ എടുത്ത് നോക്കിയപ്പോഴത്തേക്കിനും എനിക്ക് വ്യൂസ് 9 ഉള്ളായിരുന്നു. ആദ്യമേ വീഡിയോ ഇട്ട് ഡിലീറ്റ് ചെയ്തുകൊണ്ടായിരിക്കും വ്യൂസ് ഇങ്ങനെ കുറഞ്ഞതെന്നാണ്. അപ്പോൾ എൻ്റെ വീഡിയോയുടെ താഴെ വന്ന് ആയപ്പാടെ 10-20 കമൻറ്റേ വരത്തുള്ളൂ. ആ കമൻറ്റിൽ ചിലർ പറഞ്ഞു, ചേച്ചി എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്, എന്തുകൊണ്ടാണെന്ന്, ചേച്ചിയുടെ വീഡിയോയ്ക്ക് അങ്ങനെയാണോ, പുതിയ ചാനലല്ലേ എന്നൊക്കെ ചോദിച്ച് കമൻറ്റ് ഇടുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്തത് എൻ്റെ വീഡിയോയ്ക്ക് താഴെ വന്ന് ഒരുമിച്ച് മുന്നേറാം എന്നുള്ള കമൻറ്റ് ഇടുന്നത് ഒഴിവാക്കുക. അതാണ് ഒന്നാമത്തെ തെറ്റ്. ഒരുമിച്ച് മുന്നേറുക എന്ന് പറയുന്നതിനെക്കാട്ടി നല്ലത് ഒരു ലവ് ചിഹ്നമോ എന്തെങ്കിലും കമൻ്റ് ഇടുക. അപ്പോൾ 1-2 ഷോർട്സിന് താഴെ ലവ് ചിഹ്നത്തിൻ്റെ കമൻറ്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ ചാനലിൽ കയറി സബ് ചെയ്യുന്നതാണ്. ഒരുമിച്ച് മുന്നേറാമെന്നുള്ള ഒരു കമൻ്റ് ഇടുമ്പോഴത്തേക്കിനും യൂട്യൂബ് വിചാരിക്കുന്നത് അതൊരു ഫാമായിട്ടാണ്. ഒരിക്കലും അങ്ങനെ ഇടരുത്. അപ്പോൾ എനിക്ക് ആ ചാനലിൽ കയറി നിങ്ങളെ സബ് ചെയ്യാനോ തിരിച്ച് നിങ്ങൾ കമൻ്റ് ഇടുമ്പോഴത്തേക്കിനും അതിനകത്ത് കയറി കുറേ പേര് ലൈക്ക് ചെയ്യുമല്ലോ, അവർക്ക് കമൻ്റ് ഇടാനോ എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഇടുന്ന വീഡിയോസ് വഴി അങ്ങോട്ട് കയറി മുന്നേറാന്ന് അങ്ങനെ മേടിക്കുന്ന സബിനെ നമ്മൾ ഉഡായിപ്പ് വഴി മേടിക്കുന്ന സബായിട്ടാണ് യൂട്യൂബ് കണക്കാക്കുന്നത്. അങ്ങനെ ഒരിക്കലും അങ്ങനത്തെ കമൻ്റ് ഇടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതാണ് നിങ്ങൾ ചെയ്യുന്ന ഒന്നാമത്തെ തെറ്റ്. അതുവഴി നമ്മുടെ വ്യൂസ് കുറയുകയും നമ്മുടെ വീഡിയോസ് പിന്നീട് കൂടുതൽ ആളുകളിലേക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുകയും ചെയ്യും. നമ്മൾ സബ് മേടിക്കുമ്പോഴത്തേക്കിനും യൂട്യൂബ് വിചാരിക്കും യൂട്യൂബിന് നമ്മുടെ വീഡിയോസിലൊരു ബാഡ് ഇംപ്രഷൻ ഉണ്ടാകും. അതുകൊണ്ട് സബ് ചെയ്യാമോ ഒരുമിച്ച് മുന്നേറാമോ എന്നുള്ള കമൻറ്റ് ഒഴിവാക്കുക.
പകരം നിങ്ങളൊരു റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹാർട്ട് കമൻറ്റ് ചെയ്യുകയോ അങ്ങനെ വല്ലതും കമൻറ്റ് ചെയ്യുക. ഒരുമിച്ച് മുന്നേറാമെന്നുള്ള കമൻറ്റ് പൂർണ്ണമായും എല്ലാ വീഡിയോസ് ചെയ്യുന്നവരുടെയും കമൻറ്റ് ബോക്സിൽ ചെന്ന് കമൻറ്റ് ചെയ്യാതിരിക്കുക. ഘട്ടത്തിൽ യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കിനും 1000 പേരിലേക്ക് ആദ്യമായി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും. അപ്പോഴത്തേക്കിനും അവരുടെ കമൻറ്റും ലൈക്കും വാച്ച് ചെയ്യുന്ന ടൈമും അനുസരിച്ചാണ് അടുത്ത ആളുകളിലേക്ക് യൂട്യൂബ് വീഡിയോസ് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് 200 പേരിലേക്കും അവരുടെ ഇഷ്ടമനുസരിച്ച് ലൈക്കോ കമൻറ്റിൻ്റെയോ ഇതനുസരിച്ചാണ് അടുത്ത ഘട്ട ആളുകളിലേക്ക് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ കോമ്പറ്റീഷനായിട്ടാണ് നടക്കുന്നത്. കഷ്ടപ്പെട്ട് വരുന്നവരെ മാത്രം പൈസ കൊടുത്താൽ മതിയെന്നല്ലോ എന്നുള്ള ഒരു രീതിയിലേക്കാണ് യൂട്യൂബ്. ആദ്യം റൈറ്റിംഗ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. അതിനകത്ത് എൻഗേജ്ഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. ആ ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് സ്കിപ്പ് ചെയ്യുന്നവർ 60% മുകളിലാണോ താഴെയാണോ എന്ന് നമുക്ക് കാണാൻ കഴിയും. അത് 60% മുകളിൽ പോയ യൂട്യൂബ് അത് റെക്കമെൻഡേഷൻ കുറയ്ക്കും. 60% താഴെയാണെങ്കിൽ അടുത്ത ഘട്ടം ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യും യൂട്യൂബ്. ആണെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ വീഡിയോസ് വൈറലാകാൻ നല്ല ചാൻസ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഒരുമിച്ച് മുന്നേറാമെന്നുള്ള കമൻറ്റ് ഒരിക്കലും ഇടരുത്. അതിന് പകരം റെഡ് ഹാർട്ട് കമൻറ്റ് ചെയ്യുക. നല്ല ക്യാപ്ഷനോ തമ്പനെയിലോ കണ്ട് നമ്മളത് ക്ലിക്ക് ചെയ്യാൻ തോന്നണം ആളുകൾക്ക്. അങ്ങനെയുള്ള തമ്പനെയിലും ക്യാപ്ഷനും വെക്കുക. അട്രാക്ഷനായിട്ട് ഉള്ളത് വെക്കുക. അത് നമ്മൾ കാണുമ്പോഴത്തേനും അയ്യോ അതിനകത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ഷോർട്സ് വീഡിയോ അത് ക്ലിക്ക് ചെയ്യണം. ആദ്യ ഘട്ടങ്ങളിൽ ഒരു ഷോർട്സ് വീഡിയോ ആയിരുന്നു ഇടുന്നത്. ഇപ്പോൾ ഞാനത് 3 ഷോർട്സ് വീഡിയോ ആക്കിയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. ഷോർട്സ് വീഡിയോയ്ക്ക് ഇംപ്രഷൻ കുറവായതുകൊണ്ട് നോർമലാകുന്നത് വരെ വീഡിയോസ് ഇടുക. നോർമലായതിന് ശേഷം നമുക്കത് ഒരു ഷോർട്സ് ആയിട്ട് നിർത്താം. നമ്മൾ 3-4 വീഡിയോസ് ഇടുമ്പോഴത്തേക്കിനും യൂട്യൂബ് വിചാരിക്കും നമ്മൾ നല്ല കുട്ടിയാണ്, നല്ലതായി എന്ന് വിചാരിച്ച് നമ്മുടെ ഇംപ്രഷൻ വരികയും അപ്പോൾ നമ്മുടെ വ്യൂസ് കൂടുകയും കൂടുതൽ ആളുകളിലേക്ക് റെക്കമെൻഡേഷൻ ചെയ്യുകയും അങ്ങനെ നമ്മളുടെ വീഡിയോ നല്ല റീച്ച് ആകുകയും ചെയ്യും. പിന്നെ എപ്പോഴും ചോദിക്കുന്നത് ലോങ് വീഡിയോ ആണോ ചെയ്യുന്നത് ഷോർട്സ് വീഡിയോ ആണോ ചെയ്യുന്നത് നല്ലതെന്ന്. എൻ്റെ അഭിപ്രായത്തിൽ ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നതാണ്. അത് പെട്ടെന്ന് വ്യൂസ് കൂടുകയും നമ്മളെ ആളുകൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ മനസ്സിലാകാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അതുകൊണ്ട് ഷോർട്സ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് വ്യൂസ് പെട്ടെന്ന് കൂടുകയും സബ്സ്ക്രൈബ്സ് കൂടുകയും ചെയ്യും. ഉദാഹരണത്തിന് നമ്മളൊരു പായസം വെക്കാൻ വേണ്ടി ഷോർട്സ് വീഡിയോ നമ്മുടെ കയ്യിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്കത് ഉണ്ടാക്കണം. നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ലോങ് വീഡിയോ കാണുമ്പോഴത്തേക്കിനും അതിങ്ങനെ വലിച്ച് നീട്ടി അതിൻ്റെ ഓരോ ഘട്ടങ്ങളായിട്ടേ കാണിക്കത്തുള്ളൂ. ഷോർട്സ് വീഡിയോ ആണെങ്കിൽ അത് പെട്ടെന്ന് അത് ഒരു 3 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഷോർട്സ് വീഡിയോസാണ്. അപ്പം നമ്മൾ പെട്ടെന്ന് ഷോർട്സ് വീഡിയോസേ കാണത്തുള്ളൂ. അത് പെട്ടെന്ന് നമ്മൾ ഷോർട്സ് വീഡിയോസ് ക്ലിക്ക് ചെയ്യും. അതിനാണ് ഷോർട്സ് വീഡിയോസ് ചെയ്യാൻ പറയുന്നത്. ഷോർട്സ് വീഡിയോസ് ചെയ്താണ് റീച്ച് ആയതെങ്കിൽ പെട്ടെന്ന് കയറി നമ്മൾ ലോങ് വീഡിയോ ചെയ്യരുത്. ഷോർട്സ് വീഡിയോ ചെയ്ത് നല്ലതായിട്ട് റീച്ച് ആയതിന് ശേഷം മാത്രമേ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ളൂ. ആഴ്ചയിൽ ഒരു ലോങ് വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പം ഷോർട്സ് വീഡിയോയ്ക്ക് കോമഡി ചെയ്ത് അത് കഴിഞ്ഞ് കുറേ പാചകം ചെയ്ത് അങ്ങനല്ല. കോമഡി വീഡിയോ ആണെങ്കിൽ കോമഡി വീഡിയോ തന്നെ ചെയ്ത് റീച്ച് ആകുക. അല്ലാതെ ലോങ് വീഡിയോയും ഷോർട്സ് വീഡിയോ ഒന്നിച്ച് കൊണ്ടുപോകാൻ നോക്കിയാൽ അത് നടക്കത്തില്ല. ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾ കോൺസെൻട്രേഷൻ ചെയ്യുക. ചെയ്യരുതെന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നാൽ ഷോർട്സ് വീഡിയോയും ലോങ് വീഡിയോയും ഒരുമിച്ച് നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കിനും അത് യൂട്യൂബിന് തന്നെ കൺഫ്യൂഷനാകും. ഏത് ആൾക്കാരിലേക്കാണ് അത് എത്തിച്ചു കൊടുക്കേണ്ടതെന്ന്. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ട് നിങ്ങളുടെ വ്യൂസ് കുറയുകയും നിങ്ങളുടെ റീച്ചായ ചാനൽ പെട്ടെന്ന് ഡൗൺ ആകാൻ ചാൻസ് കൂടുതലാണ്. നിങ്ങൾ ഒരു ദിവസം 3 ഷോർട്സ് വീഡിയോസെങ്കിലും അപ്ലോഡ് ചെയ്യാൻ തോന്നുക. അതിലൂടെ നിങ്ങളുടെ യൂട്യൂബ് കൂടുതൽ ആളുകളിലേക്ക് പ്രൊമോട്ട് ചെയ്യുകയും നിങ്ങളുടെ വീഡിയോസ് കൂടുതൽ റീച്ച് ആകുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് വഴി പെട്ടെന്ന് വ്യൂസ് കൂട്ടാൻ സാധിക്കും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും ഒന്ന് സഹായിക്കണം.